ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഫോൺ നോക്കിയപ്പോ കണ്ട മെസ്സേജാണിത്. ഇത് കണ്ടപ്പോ തന്നെ ആ ഉറക്കം അങ്ങോട്ട് പോയി. കാര്യങ്ങളൊന്നും ബെറ്റർ ആവുന്നില്ല, പിന്നെയും വേസ്റ്റ് ആവാ. എനിക്കൊരു സമാധാനം കിട്ടാനും ഇത് അയച്ചവർക്ക് ഒരു പാഠം പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് ഒന്നും നോക്കിയില്ല. ഞാൻ ഇതിന്റെ മുന്നേ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്, ആളെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. സോ ഐ ട്രസ്റ്റ് കേരള പോലീസ് ഫോർ ദിസ്. എല്ലാവരും വിചാരിക്കും ഞാനൊരു പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്ത് എനിക്ക് വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടന്റ് കിട്ടിയതിനെ കൊണ്ട് ഇനി ഞാൻ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും കൊടുക്കൂല, അവൾ അത് കണ്ടന്റിന് വേണ്ടി ചെയ്തായിരിക്കുന്നു. ബട്ട് നോ ഗൈസ്, ഇനി നിങ്ങൾ എത്ര ഇങ്ങനത്തെ വൃത്തികെട്ട കമന്റ്സ് ഇടുന്നോ മെസ്സേജസ് അയക്കുന്നോ അത്രയും ഞാൻ കംപ്ലൈന്റും കൊടുക്കുകയും ചെയ്യും, കണ്ടും പിടിക്കുകയും ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സൈബർ ബുള്ളിങ്ങോ എന്തെങ്കിലും ഹറാസ്മെന്റോ ഒക്കെ കിട്ടിയിട്ട് നിങ്ങൾ പേടിച്ചിരിക്കുകയാണെങ്കിൽ ഡോണ്ട് വെറി, അപ്പം തന്നെ നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. നമ്മളെ നാട് ഇങ്ങനെയാണ്, നമുക്കിത് സഹിച്ചിരിക്കാന്ന് വിചാരിച്ച് നിൽക്കരുത്. യു ഷുഡ് റേസ് യുവർ വോയിസ്. ബിക്കോസ് നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കഴപ്പന്മാരെ കഴപ്പത്തരം കൂടുകയും ചെയ്യുക, അതുപോലെ തന്നെ പിന്നെ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ തന്നെയുള്ള പ്രവണത വരും ചെയ്യാം. ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിരുന്ന റണ ഫാത്തിമയ്ക്കുണ്ടായ ഒരു ദുരനുഭവമാണ് ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. എന്തൊരു ദയനീയ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇമാതിരിയുള്ള കൂടത്തരങ്ങൾ കാണിക്കുന്ന ഇച്ചാതി വാണക്കഴപ്പന്മാർ, ഇവനെയൊക്കെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും നിയമ നടപടികൾക്ക് വിധേയമാക്കേണ്ടതും അതോടൊപ്പം തന്നെ നാണം കെടുത്തേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഞാനത് റെഡ് മാർക്കിട്ട് ഞാനത് മനഃപൂർവ്വം ബ്ലർ ചെയ്തതാണ്. അത് പച്ചയ്ക്ക് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അമ്മാതിരി തരത്തിലുള്ള വൃത്തികെട്ട ചെറ്റത്തരങ്ങളാണ് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തൊരു കഴപ്പാടി, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള മറുപടി തന്നെയാണ് കൊടുക്കേണ്ടത്. റണ ഫാത്തിമ ഈ ചെയ്ത കാര്യത്തിനോട് ഞാൻ 100% ഞാൻ യോജിക്കുന്നു. കാരണം ഇവനെയൊക്കെ ഈ പറയുന്ന രീതിയിൽ എന്താ പറയാ, പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നാറ്റിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് പോലും ഫേക്ക് അക്കൗണ്ടാണ്, അത് ഒറിജിനൽ ഒരു അക്കൗണ്ടോ ഒന്നുമല്ല. ഈ പറയുന്ന വ്യക്തിക്ക് ഒരു റിയൽ അക്കൗണ്ടിൽ വന്ന് ഇതുപോലെ മെസ്സേജ് അയക്കാനായിട്ടുള്ള ഒരു ധൈര്യമില്ല. ഇതുപോലെ ഒളിച്ചും പാത്തും ഇരുന്ന് ഇമാതിരി ഊളത്തരങ്ങൾ വിളിച്ച് പറയാനാണ് ഇവന്മാർക്കൊക്കെ താല്പര്യം. നമ്മളാരും പൊക്കത്തില്ലല്ലോ, നമ്മളെ ആരും പിടിക്കത്തില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള ഒരു ചിന്താഗതി ആയിരിക്കാം ചിലപ്പോൾ. എന്നാൽ ഈ മണ്ടന്മാർ മനസ്സിലാക്കുന്നില്ല ഇവനെയൊക്കെ പൊക്കാനായിട്ട് പോലീസുകാർക്ക് വളരെ ഈസി ആയിട്ട് പറ്റുമെന്നുള്ളത്. എന്നിട്ടാണ് ഇമാതിരിയുള്ള ഊള പരിപാടികൾ കാണിക്കുന്നത്. ഇവനെ പോലുള്ളവർ ശരിക്കും പറഞ്ഞാൽ വല്ല മുരിക്കിലും പോയി കയറുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം അമ്മാതിരി ഉള്ള കഴപ്പിത്തരമാണ് ഇപ്പൊ ഈ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരാൾക്കൊന്നുമല്ല, ഇതുപോലെ ക്രിമികടി പൂണ്ടവന്മാർക്ക് ചിലർക്കൊക്കെ ഉള്ള ഒരു സൂക്കേടാണ് ഇതെന്ന് പറയുന്നത്. ഒരാളെ മാത്രം ഞാൻ പറയുന്നില്ല, ഇതുപോലെ സൂക്കേടുള്ളവന്മാരുണ്ട്. ഈ പറയുന്ന മാതിരി ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കമന്റ് ചെയ്യുക, വന്ന് അനാവശ്യമായിട്ട് പച്ചയ്ക്ക് ഓരോന്ന് പറയുക, അതോടൊപ്പം തന്നെ പേഴ്സണലി പെണ്ണുങ്ങൾക്ക് പോയി ഇതുപോലുള്ള മെസ്സേജസ് അയക്കുക. ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നിയമ നടപടികൾക്ക് വിധേയമാക്കേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പബ്ലിക്കിന്റെ മുന്നിൽ ഇവന്റെയൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള രൂപവും പേരും എല്ലാം വെളിപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണം. എങ്കിലേ ഇവരൊക്കെ പഠിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ ഇവരൊക്കെ ചെയ്തു കൂട്ടും എന്നുള്ളത് വ്യക്തമാണ്. കാരണം പലരും മടിക്കും, വേണ്ട വിട്ടുകളെ എന്നൊക്കെ കരുതി മടിക്കും. പക്ഷെ ഇതൊക്കെ അവന്മാർക്കുള്ള ഒരു വളവാണ്. അതിനുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ റണ ഫാത്തിമയുടെ ഭാഗത്ത് നിന്ന് ഈ വന്നിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇവന് കിട്ടേണ്ട പണി കിട്ടിക്കോളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു റിയൽ ഇഷ്യൂ ആണെങ്കിൽ, അതിപ്പോ ആണിന്റെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ പെണ്ണിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ, ഒരു റിയൽ ആയിട്ട് അവർ ആ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം നേരിടുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഫേസ് ചെയ്യാനും അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയാനും ആരും മടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഫേക്കായിട്ട് നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് ഒക്കെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ പേടിക്കാം, അങ്ങനെയുള്ളവരെ പൊക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം. പക്ഷേ റിയൽ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അത് പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതും ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനൊന്നും തന്നെ ഒരു മടിയും വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റണ ഫാത്തിമ ഈ ഒരു ചെയ്ത കാര്യം തന്നെയും അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല ഇവനെ പോലുള്ളവരെയൊക്കെ തന്നെ പിടിക്കേണ്ടതും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വേണ്ട വിധത്തിലുള്ള ഒരു ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ. ഇത് ഇവനായാലും അവളായാലും ആരായാലും തെറ്റ് ചെയ്യുന്നത് ആരാണോ അവർക്കൊക്കെ പണി കിട്ടിയാൽ മാത്രമേ പഠിക്കത്തുള്ളൂ. ചിലരുണ്ട് എത്ര പണി കിട്ടിയാലും പഠിക്കാത്ത കുറെ എണ്ണം ഉണ്ട്. അതുകൊണ്ട് അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അതുപോലുള്ള ഐറ്റംസുകളായിപ്പോയി. പക്ഷെ അത് കണ്ട് ഇതുപോലുള്ള പരമ ചെറ്റത്തരം കാണിക്കുന്നവന്മാരെ വെറുതെ വിടേണ്ട ആവശ്യമില്ല. എന്തും വിളിച്ച് പറയാം അല്ലെങ്കിൽ എന്തും അങ്ങ് കാണിക്കാം എന്നുള്ള ലൈസൻസ് ആരും തന്നെ ഇവർക്ക് കൊടുത്തിട്ടില്ല. നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരു കാര്യം മറ്റൊരു വ്യക്തിയിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അതിന് റിയാക്ട് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ ഒരാൾക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് എമ്മാതിരി വൃത്തികേടുകൾ എഴുതി അയക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇവനൊക്കെ എമ്മാതിരിയുള്ള സൂക്കേടാണെന്നാണ് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. ആരുടെ കാര്യമായാലും ഇതുപോലുള്ള വീട്ടുകാരെ പറയിപ്പിക്കാനായിട്ട് കുറെ എണ്ണം ഉണ്ട്. ഇവരുടെയൊക്കെ സൂക്കേട് മാറണമെങ്കിൽ ഇതുപോലെ പബ്ലിക്കിന്റെ മുന്നിൽ നാറണം അല്ലെങ്കിൽ നാറ്റിക്കണം. അതോടൊപ്പം തന്നെ നിയമത്തിന് മുന്നിൽ വരികയും വേണം.
റിയൽ ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് ഐഡന്റിറ്റി വെളിപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങളും മാറണം. എന്തായാലും ഈ ഒരു വിഷയം സില്ലി ആയിട്ട് കാണാതെ, അത് ഇഗ്നോർ ചെയ്ത് കളയാതെ, ഇതിനെതിരെ പ്രതികരിച്ച് തനിക്കുണ്ടായ അനുഭവം പബ്ലിക്കിന്റെ മുന്നിൽ എത്തിച്ച് അതിനെതിരെ സൈബർ സെല്ലിൽ കേസ് കൊടുത്ത് അവരെ പൊക്കാനായിട്ട് തീരുമാനിച്ച റണ ഫാത്തിമ ചെയ്ത ഈ ഒരു കാര്യം പലരും കണ്ടുപഠിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പണി കൊടുക്കേണ്ടത് പണി കൊടുക്കുക തന്നെ വേണം. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. കാരണം ഇനിയും ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ എഴുതി അയക്കാനോ അല്ലെങ്കിൽ കമന്റ് ചെയ്യാനോ ആയിട്ടുള്ള ഒരു ധൈര്യം അവരിന്റെ ഉണ്ടാവരുത്. അമ്മാതിരിയുള്ള ശിക്ഷ കിട്ടേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.